മാതൃഭൂമി പ്രാദേശിക ലേഖകൻ ബിനോജ് ജോർജ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ബിനോജ്, ഇപ്പോൾ അവിടെ ഈ വനത്തിനുള്ളിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. പക്ഷേ ഈ ആദിവാസി വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വനവിഭവങ്ങൾ ശേഖരിക്കാനൊക്കെയായി അവർക്ക് വനത്തിൽ പോയേ കഴിയുള്ളൂ. ഇപ്പോൾ ഇത് ആന ആക്രമണകാരി ആയതാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇവര് 2-3 ദിവസമായി വനത്തില് താൽക്കാലിക ഷെഡ് കെട്ടി അവിടെ താമസിച്ച് വനവിഭവങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അതിനിടയിൽ ഇന്നലെ രാത്രിയാണ് കാട്ടാന കൂട്ടം വന്നെന്ന് പറയപ്പെടുന്നത്. കാട്ടാനക്കൂട്ടം വന്ന് ഇവരുടെ ഷെഡിന് നേരെ വന്നപ്പോൾ ഇവര് ഇറങ്ങി ഓടുകയായിരുന്നു. ഇറങ്ങി ഓടി 2 പേര്, ആകെ 4 പേരാണ് ഇവരുണ്ടായിരുന്നത്. അതില് 4 പേരും ചിതറി ഓടി അവിടേക്ക് ഒടുക്കിക്കായിട്ട് വനത്തിലൂടെ ഓടി. അങ്ങനെ ഇന്ന് രാവിലെ ഇവര് പരിശോധന നടത്തിയപ്പോൾ 2 പേരും മരിച്ച നിലയിൽ, ഒരാള് പാറക്കെട്ടിന് മുകളിലും ഒരാള് പുഴയുടെ സൈഡിലും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 പേരുടെ സംഘമാണ് പോയത്. 4 പേരുടെ സംഘമാണ് പോയത്. അപ്പോൾ ചിതറിയോടുന്നതിനിടയിൽ 2 പേർക്ക് ജീവൻ നഷ്ടമാവുകയായിരുന്നു. സാധാരണ എപ്പോഴും വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന ഭാഗമാണ്. ഇപ്പോൾ ലിഷോയ് പറഞ്ഞത് അതിരപ്പള്ളിക്കും വാഴച്ചാലിനും ഇടയ്ക്കുള്ള ഒരു ഭാഗത്താണ് ഇത്. ഈ പ്രധാനപ്പെട്ട പാതയോടും വിനോദസഞ്ചാരികൾ എപ്പോഴും വരുന്ന സ്ഥലത്തോടും ചേർന്ന സ്ഥലമാണോ അതോ വനത്തിനുള്ളിലുള്ള സ്ഥലമാണോ? അല്ലല്ല, പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന പാതയായ ആനമല റോഡിനും വിനോദസഞ്ചാര കേന്ദ്രത്തിനോടും ചേർന്നുള്ള പ്രദേശമാണിത്. ഇവ രാവിലെ വനത്തിന്റെ ഉള്ളിൽ സംഭവിച്ച ഒരു അപകടം എന്ന നിലയിൽ നമുക്കതിനെ ലഘൂകരിക്കാൻ കഴിയില്ല. ഇല്ലില്ല, തീർച്ചയായിട്ടും കഴിയില്ല. കാരണം ഇത് ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. അത് വിനോദസഞ്ചാര കേന്ദ്രത്തിനും ഈ റോഡിനും ആനമല റോഡിനും തൊട്ടടുത്തുള്ള പ്രദേശമാണ്. ആകെ ജസ്റ്റ് ഒരു 50 മീറ്റർ കഷ്ടിയെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്കുള്ളൂ. പുഴ കടന്നാൽ മാത്രം മതി. പുഴയുടെ ഇത് മാത്രം ഉള്ളൂ ഇവിടെ. ബിനോജ്, ഈ അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഈ കാട്ടാനകളുടെ ശല്യം ഒരുപക്ഷെ ഈ കൂട്ടത്തിന്റെ തന്നെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാട്ടാന കൂട്ടത്തിൻ്റെതായ ശല്യം ഈ ആദിവാസി വിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ ഈ വിനോദസഞ്ചാരികൾക്കോ ഒക്കെ ഉണ്ടായിരുന്നോ? അതിരപ്പള്ളി മേഖലയില് കുറച്ച് നാളുകളായി, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷത്തിന് ഇടയ്ക്കാണ് ഇപ്പോൾ കാട്ടാന ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി തുടങ്ങിയത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മലക്കപ്പാറ പ്രദേശത്ത് പോയാൽ മാത്രമേ കാട്ടാനകളെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ജനവാസ മേഖലയിലാണ് കൂടുതലും കാട്ടാനകൾ അല്ലെങ്കിൽ വന്യജീവികൾ തമ്പടിച്ചിരിക്കുന്നത്. കൃഷി നശിപ്പിക്കലും ഇതെല്ലാമായിട്ട് ഇപ്പോൾ ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്ന അന്തർ സംസ്ഥാന പാത ആനമല റോഡിൽ തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാട്ടുകൊമ്പനാണ് കബാലി എന്ന് വിളിപ്പേരുള്ളത്. ആ ആനയ്ക്ക് മതപ്പാട് വന്നാൽ റോഡ് ഉപരോധം, മണിക്കൂറുകളോളം റോഡിൽ നിന്ന് വാഹനങ്ങൾ തടയുന്ന ഒരു ഇതാണ് ഇതിനുള്ളത്. അതുപോലെ ഏഴാറ്റുപും ഗണപതി എന്ന് വിളിപ്പേരുള്ള ആന കൃഷിയിടങ്ങൾ നശിപ്പിച്ച് ഈ മതപ്പാടുള്ള സമയത്ത് ജനവാസ മേഖലയിൽ നിന്നും വനത്തിലേക്ക് കയറി പോകുന്നേ ഇല്ല. അപ്പൊ ജനവാസ മേഖലയിൽ തന്നെ തമ്പടിച്ച് കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഈ വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ ഏത് തരത്തിലാണ്? ഇങ്ങനെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുമ്പോഴും റോഡ് ഉപരോധിക്കുന്ന തരത്തിൽ, റെയ്ഡ് ചെയ്യുന്ന തരത്തിൽ ആനകൾ ഇറങ്ങി നിൽക്കുമ്പോഴും മതപ്പാടോടുകൂടി അപകടകരമായി ഇറങ്ങി നിൽക്കുമ്പോഴും വനംവകുപ്പ് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? സാധാരണ നിലയിൽ അതൊരു വലിയ സംരക്ഷിത വനമേഖലയാണ്, വിനോദസഞ്ചാര മേഖലയുണ്ട്, അവിടെ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട്. എങ്കിലും അതൊരു വലിയ വനമേഖല എന്ന നിലയിലാണ് എപ്പോഴും ഈ വനംവകുപ്പ് ആ പ്രദേശത്തെ കാണാറുള്ളത്. ഈ സമീപകാലത്തെ മാറിയ സാഹചര്യത്തിൽ ഈ ആനകളെ തുരത്താനുള്ള നടപടികൾ ഉണ്ടാകാറുണ്ടോ? വനം വകുപ്പ് വിവരം അറിയിക്കുമ്പോൾ അവർ ഉടനെ തന്നെ എത്തി. അതായത് അവർക്ക് ഒരുപാട് പരിമിതികളുണ്ടെന്നാണ് അവർ പറയുന്നത്. കാരണം അവർക്ക് അതിനുള്ള ഉപകരണങ്ങളോ വാഹനങ്ങളോ ആനയെ തുരത്താനുള്ള ഒരു സംവിധാനങ്ങളോ അവർക്കില്ല. ആകെ കൂടി വന്ന ചില സമയങ്ങളിൽ അവർ സ്വന്തം വാഹനത്തിൽ വെണ്ണയടിച്ച് ആകെ പടക്കം പൊട്ടിച്ച് ആണ് ഈ ആനയെ ഓടിക്കുന്നത്. വനം വകുപ്പിനും ഒരുപാട് പരിമിതികളുണ്ട് എന്നാണ് അവർ പറയുന്നത്. ചില സമയങ്ങളിൽ വിളിച്ചാൽ വരാറുമില്ല. പിന്നെ ഈ ജനവാസ മേഖലയിലും ഒരു കണ്ണൻകുഴി മുതൽ തുമ്പൂർമുഴി വരെയുള്ള ഭാഗത്ത് ജനവാസ മേഖല വനാതിർത്തിയോട് ചേർന്ന് ഫെൻസിങ്, സോളാർ വൈദ്യുതി വേലി ഉണ്ടെങ്കിലും അത് നശിച്ച് കിടക്കുകയാണ്. അത് പുനരുദ്ധരിക്കാനോ അതിന്റെ പ്രവർത്തനങ്ങൾ നേരെയാക്കാനോ ഇതുവരെ വനം വകുപ്പിന് സാധിച്ചിട്ടില്ല.